ആണ്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു. ക്ഷേത്രം തന്ത്രി അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി മോഹനൻ നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിലുമാണ് ധ്വജപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത്. രാവിലെ 8-ന് മരപ്പാണി, വാഹന ബിംബാദികളുടെ എഴുന്നള്ളിപ്പ് എന്നിവയ്ക്ക് ശേഷം 9:45-നും 10:30-നും മധ്യയാണ് പ്രതിഷ്ഠ നടന്നത്. തുടർന്ന് വാഹന പ്രതിഷ്ഠയും നടന്നു. വാഹന കലശാഭിഷേകം, ജീവവാഹന ദിഗ്പാലക കലശാഭിഷേകങ്ങൾ, കുംഭേശ കലശാഭിഷേകം, നിദ്ര കലശാഭിഷേകം, തിമിലപ്പാണി എന്നിവയും നടന്നു. രാവിലെ 10-ന് കലാമണ്ഡലം പുരുഷോത്തമന്റെ പ്രമാണിത്വത്തിൽ സ്പെഷ്യൽ പഞ്ചവാദ്യവും അരങ്ങേറി. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ധ്വജപ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കാളികളായത്. ശബരിമല മുതൽ നിരവധി പ്രധാന ക്ഷേത്രങ്ങളിൽ കൊടിമര നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ച പത്തിയൂർ വിനോദ് ബാബുവാണ് കൊടിമര ശില്പി. ധ്വജപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള ചടങ്ങുകൾ 25-ന് ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ 2 വർഷത്തോളം കാലം കൊടിമരം എണ്ണത്തോണിയിലായിരുന്നു. ഫെബ്രുവരി 13-ന് ആധാരശിലാസ്ഥാപനവും തുടർന്ന് കൊടിമരം നാട്ടിലും നടന്നിരുന്നു. ധ്വജപ്രതിഷ്ഠ നടന്ന ഞായറാഴ്ച ആണ്ടൂർ തിരുവുത്സവത്തിനും തുടക്കമായി. ഏപ്രിൽ 4-നാണ് ആറാട്ട്. വൈകിട്ട് 7-ന് ആണ്ടൂരപ്പന്റെ ആറാട്ട് ക്ഷേത്രകുളത്തിൽ നടക്കും. തുടർന്ന് ആറാട്ട്, എതിരേൽപ്പ്, വലിയ വിളക്ക് എന്നിവയ്ക്ക് ശേഷം 7:30-ന് തൃശൂർ പൂരം മേളപ്രമാണി ചേരനല്ലൂർ ശങ്കരൻകുട്ടി മാരാരുടെ പ്രമാണിത്വത്തിൽ 101 മേള കലാകാരന്മാർ അണിനിരക്കുന്ന ആൽത്തറമേളം നടക്കും.